ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രീകാന്തിനെ കാണാതെ രേവതി ക്ഷേത്രത്തിലോട്ട് കയറി ചെല്ലുവാണ് കേട്ടോ. അപ്പോഴാണ് മാലയിട്ട് നിൽക്കുന്ന ശ്രീകാന്തിനും വർഷം രേവതി കാണുന്നത്. ഇത് കാണുമ്പോഴേ രേവതി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ദേഷ്യം കൊണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് എന്നിട്ടിരിക്കുകയാണ്. ഓഹോ, അപ്പോൾ ഇതിനായിരുന്നു നീ എന്നെ ക്ഷേത്രത്തിലോട്ട് ഓരോന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നേ? നിനക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നി? നിൻ്റെ അച്ഛൻ നിന്നെപ്പറ്റി എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഇവളുടെ അച്ഛൻ വന്ന് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ശ്രീകാന്ത് കുടുംബത്തിൻ്റെ അഭിമാനം കളയുകയില്ല. അവനെ കൊണ്ട് ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല. നിന്നെ വിശ്വസിച്ച ഒരാളാണ് നിൻ്റെ അച്ഛൻ. എന്നിട്ട് നീ എന്താടാ ഈ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുവാണ് കേട്ടോ രേവതി. രേവതിയെ കാണുമ്പോഴേ ദേവു പയ്യെ പുറകോട്ട് മാറിപ്പോവാണ്. അപ്പോഴേക്കും രേവതി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവു പയ്യെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് പറയുകയാണ്, ചേച്ചി ഇവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, അതാ ഞാനും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും രേവതിക്ക് ദേഷ്യമെല്ലാം കൂടെ വന്നിട്ട് ദേവുവിനെ അവിടെ വെച്ച് അടിക്കുവാണ് കേട്ടോ. തലങ്ങനെ വിലങ്ങനെ അടിക്കുവാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് കയറി എന്നിട്ട് പറയുകയാണ്, അടിക്കല്ലേ ചേച്ചി, ഞാൻ പറഞ്ഞിട്ടാണ് അവളെ എന്നെ സഹായിച്ചത് എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് രേവതി ദേവുവിനെ നോക്കുവാണ്. എന്നിട്ട് പറയാണ്, ഇതിനായിരുന്നല്ലേ നീ അമ്മേനെ ഇവിടെ നിന്ന് പറഞ്ഞു മാറ്റി നിർത്തിയത്? എന്നെ കൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ തോന്നിയടി എന്നോടെന്നൊക്കെ ചോദിച്ചാൽ ദേവുവിനോടും ദേഷ്യപ്പെടുവാണ് കേട്ടോ. തടയാൻ വന്ന ശ്രീകാന്തിനോട് പറയാണ്, നീ എന്നെ തൊട്ടുപോയത് ശ്രീകാന്ത്, മാറി നിൽക്കുക എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുക, ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഏടത്തി തന്നെ പറ, ഏടത്തിക്കും അറിയാവുന്നതല്ലേ സച്ചേട്ടന് ഏടത്തിയോട് എന്ത് സ്നേഹമാണ്, നിങ്ങൾ തമ്മിൽ പിരിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് രേവതി പറയുക, നീ എന്താ പറഞ്ഞേ? ആ മനുഷ്യൻ എന്നെ എങ്ങനെ വിവാഹം ചെയ്തതെന്നറിയാമല്ലോ, ഇങ്ങനെ കുടുംബത്തിൻ്റെ പേരും വിലയും കളഞ്ഞിട്ടായിരുന്നോ? അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹത്തിനെതിരായിരുന്നോ ചെയ്തേ? നീ പറ. ആരും വിവാഹത്തിന് എന്നെ സ്വീകരിക്കാനില്ലാതിരുന്ന സമയത്ത് ആ വലിയ മനുഷ്യൻ എന്നെ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടാണ്. നീ അങ്ങനെയാണോ ചെയ്തേ? അപ്പോൾ പിന്നെ നിനക്ക് എന്ത് അധികാരമുണ്ട് എന്നോട് ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോവുക കേട്ടോ. ആ സമയത്തൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ചേച്ചി പോവരുതേ, ഞങ്ങളൊന്ന് അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി പറയാണ്, അനുഗ്രഹിക്കാനോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് വർഷം പറയാണ്, എങ്ങനെയാണോ ശ്രീകാന്ത് ഇടത്തേക്ക് കാണുന്നത് അതുപോലെ തന്നെ ഞാനും കാണുന്നത്. 2 മാസമായിട്ടുണ്ടാവുള്ളൂ നമ്മൾ തമ്മിൽ പരസ്പരം കാണുന്നത്. പക്ഷേ ചേച്ചിയുടെ മനസ്സിൻ്റെ നന്മ എനിക്കറിയാം. ശ്രീകാന്ത് അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ അനുഗ്രഹിക്കാതിരിക്കരുത്, ഞങ്ങളുടെ അവസ്ഥ അതായിപ്പോയി, അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹിച്ചു പോയി. വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്നുറപ്പായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതി ദേഷ്യപ്പെട്ട് വയ്ക്കുവാണ്. ഇങ്ങനെ ഒളിച്ചോടി വന്ന് വിവാഹം കഴിക്കാൻ വേണ്ട ധൈര്യത്തിൻ്റെ പകുതി മതിയായിരുന്നല്ലോ വീട്ടിൽ പറയാൻ വേണ്ടി. നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയേ, നീ അത് ഓർത്തോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. പിന്നെ അവരോട് ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അവസാനം വർഷം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അവരനുഗ്രഹത്തിന് വേണ്ടി വീണ്ടും രേവതിയുടെ കാലിലോട്ട് വീഴുവാണ്. ആ സമയത്താണ് കേട്ടോ ക്ഷേത്രത്തിൽ നിന്ന് അകത്തുനിന്ന് തിരുമേനി വരുന്നത്. അപ്പോൾ തിരുമേനി ചോദിക്കുകയാണ്, എന്താ മോളെ രേവതി, എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി ഉള്ള കാര്യമൊക്കെ പറയുവാണ് കേട്ടോ. ഇതിൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ്, ആരോടും പറയാതെയാണ് ഇവിടെ വന്ന് വിവാഹം നടത്തിയത് എന്നൊക്കെ പറയുവാണ്. എന്തിനാ തിരുമേനി ഇതിന് കൂട്ടുനിന്നെ, എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും തിരുമേനി പറയാണ്, മോളെ ഞാനിവിടെ ഇല്ലായിരുന്നു, ഇദ്ദേഹമാണ് ഇവിടുത്തെ ഇന്നത്തെ കർമ്മങ്ങളൊക്കെ നടത്തി കൊടുത്തത് എന്ന് പറഞ്ഞ് വേറൊരു തിരുമേനി ചൂണ്ടിക്കാണിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ആ തിരുമേനി പറയാണ്, ദേവു വന്ന് എല്ലാം പറഞ്ഞു, സുഹൃത്തിൻ്റെ വിവാഹമാണ് എന്ന് പറഞ്ഞപ്പം ഒളിച്ചോടി വന്നതെന്നൊന്നും ഞങ്ങൾ ഓർത്തില്ല. ദേവു പറഞ്ഞുകൊണ്ട് വേറൊന്നും നോക്കിയില്ല, ഞങ്ങളങ്ങ് നടത്തി കൊടുത്തു എന്നിങ്ങനെ പറയുക കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യപ്പെട്ട് രേവതി വീണ്ടും ദേവുവിനെ നോക്കുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും തിരുമേനി ക്ഷേത്രത്തിൽ വെച്ച വിവാഹം നടന്നേ എന്നുള്ളതിൻ്റെ തെളിവായിട്ട് രജിസ്റ്ററിൽ ഒപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നു കേട്ടോ. അപ്പോൾ ആ രജിസ്റ്റർ ഇവരുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയാണ്, എന്തായാലും സാരമില്ല, ഇങ്ങനെ വിവാഹം നടക്കണമെന്നായിരുന്നു ആയിരിക്കും ചിലപ്പം ദൈവനിശ്ചയം, നിങ്ങൾ ഒപ്പിട്ടോളൂ എന്ന് പറയുവാണ്. അങ്ങനെ രണ്ടുപേരും ഒപ്പിടുവാണ് കേട്ടോ. രണ്ടുപേരും ഒപ്പിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ രജിസ്റ്റർ കൊണ്ട് ശ്രീകാന്ത് നേരെ രേവതിയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. എന്നിട്ട് പറയാണ്, സാക്ഷിയുടെ സ്ഥാനത്ത് രേവതിയോട് ഒപ്പിടാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും രേവതി ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താ എന്നെ കളിയാക്കുവാണോ ശ്രീകാന്ത് എന്നിങ്ങനെ ചോദിക്കുവാണ്. എന്നിട്ട് പറയാം, ഇതിനായിരുന്നു നീ അപ്പോൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ എന്നൊക്കെ ദേഷ്യപ്പെട്ട് വീണ്ടും ചോദിക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും തിരുമേനി പറയാണ്, സാരമില്ല മോളെ, നീ ഒപ്പിട്ട് കൊടുത്തേരെ, നീ എത്ര വിവാഹത്തിന് ഇവിടെ മാല കെട്ടി കൊടുത്തിരിക്കുന്നു, എത്ര വിവാഹത്തിന് നീ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് പലരെ സഹായിച്ചിട്ടുണ്ട്, അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതിപ്പം നിൻ്റെ സ്വന്തം കുടുംബത്തിലെ കുട്ടിയല്ലേ, അവൻ നിന്നോടല്ലാതെ ആരോടാ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ തിരുമേനി ഒന്നും അറിയാത്ത പോലെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തിരുമേനി പറയാം, സാരമില്ല മോളെ, എല്ലാം മറന്നേക്ക്. ഭഗവതിയുടെ നടയിൽ നീ വിവാഹം നടത്തി കൊടുത്ത പല കുടുംബത്തിലെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, നീ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ദേവി അനുഗ്രഹിച്ച പോലെ തന്നെയാണ് അമ്മ അനുഗ്രഹിച്ചൊരു ഇതാന്ന് പറഞ്ഞിട്ടുണ്ട്.
സ്വന്തം അനിയനല്ലേ, അവൻ്റെ ജീവിതം നല്ലപോലെ വരട്ടെ, മോൾ ഒപ്പിട്ട് കൊടുത്ത് രണ്ടുപേരെ അനുഗ്രഹിച്ചേക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ തിരുമേനിയെ ധിക്കരിക്കാൻ പറ്റാത്തതുകൊണ്ട് രേവതി ഒന്നും മിണ്ടുന്നില്ല. രജിസ്റ്റർ മേടിച്ച് ഒപ്പിടുവാണ് കേട്ടോ. ഒപ്പിട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശ്രീകാന്തും വർഷ അനുഗ്രഹം മേടിക്കുവാണ്. അത് കഴിയുമ്പോൾ തിരുമേനിയൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും രേവതി പറയാണ്, ഇനി എന്തായാലും വീട്ടിൽ വന്ന് നീ അച്ഛനോട് സംസാരിക്കാൻ നോക്കുക. എന്തായാലും അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, എങ്കിലും നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ അത്രയും വരില്ലല്ലോ എന്നൊക്കെ പറയുവാണ് കേട്ടോ. കഴിഞ്ഞ രേവതി അവിടെ നിന്ന് നേരെ ഇറങ്ങി പോവാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇടത്തി പൊക്കോ, ഞങ്ങൾ പുറകെ ഫ്രണ്ടിൻ്റെ കാറിൽ വന്നേക്കാം എന്ന് പറയുവാണ്. അങ്ങനെ രേവതി താഴോട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ദേവ് പുറകെ ഓടി ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ചേച്ചി സോറി, അവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയാണ്, നീ മിണ്ടിപ്പോരുത്, അമ്മ ഇങ്ങനെ വരട്ടെ, ബാക്കി ഞാൻ നിന്നോട് പറയാം, അപ്പം എൻ്റെ അടുത്തുനിന്ന് പോയി പണി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രേവതി അവിടെ നിന്ന് പോവുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ശ്രീകാന്ത് വർഷയും കൂട്ടി വീട്ടിൽ പോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് വർഷ പറയാണ്, നീ എന്താ ശ്രീകാന്ത് ഒന്നും അറിയാത്ത പോലെ, ഇതെങ്ങാനും ഇപ്പം എൻ്റെ അച്ഛൻ അറിഞ്ഞ് ഞാൻ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ നിന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോകും. അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും വീട്ടിൽ പോകാതിരിക്കാൻ പറ്റുമോ, എല്ലാവരും എന്തായാലും എല്ലാം അറിയും എന്ന് പറയുമ്പോഴേക്കും വർഷ പറയാണ്, അത് പറഞ്ഞാൽ പറ്റില്ല, നമുക്കൊരു 2-3 ദിവസത്തേക്ക് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും മാറി നിന്നേ പറ്റുള്ളൂ, അല്ലാതെ ശരിയാവേല എന്ന് പറയുവാണ് കേട്ടോ. നീ ഇങ്ങനെ മണ്ടത്തരം പറയാതെ എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്തും വർഷ പറയുന്നത് സമ്മതിക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ യാത്ര പോകാൻ വേണ്ടി തുടങ്ങുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും